അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൂച്ച, അതുപോലെ ആട്, കോഴി, ഈ വളർത്തു മൃഗങ്ങൾ, ഇതൊക്കെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായും വലിയ അപകടത്തിലേക്കാണ് അത് നമ്മെ ചെന്നെത്തിപ്പിക്കുന്നത്. നരകത്തിൽ വരെ എത്തും. അള്ളാഹു കാക്കട്ടെ. അത് പരിശുദ്ധ ദീൻ പറയുന്ന രീതിയിൽ നാം അതിനെ വളർത്തണം. ചില ആളുകൾക്ക് പൂച്ച, കോഴി ഇതെല്ലാം വലിയ ഇഷ്ടമാണ്. എൻ്റെ മകനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമാണ്, വലിയ ഇഷ്ടമാണ് കോഴി, പൂച്ച എന്ന് പറഞ്ഞാലൊക്കെ. ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് കോഴികളൊക്കെ വളർത്തി അതിനെ വിൽപ്പന ചെയ്ത് അതിൽ കിട്ടുന്ന തുക കൊണ്ടൊക്കെ അവൻ്റെ വലിയ സന്തോഷത്തിൽ കാണിക്കുമായിരുന്നു. അപ്പോൾ ചെറിയ പ്രായത്തിൽ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ മകൻ ഒരു സ്ഥാപനത്തിൽ പഠിക്കുകയാണ്, ചെറിയ മോനാണ്. ഇപ്പോൾ അത്രത്തുള്ള നല്ലൊരു സ്ഥാപനമാണ്, മാഷാ അല്ലാഹ്. അത്രത്തുള്ള സ്ഥാപനം നമ്മുടെ മക്കളൊക്കെ നാം അയക്കണം. കാരണം ഭൗതികവും ധാർമ്മികവും വളരെ നല്ലൊരു. അപ്പോൾ ഞാൻ ഈ അടുത്തവനെ മകനെ കാണാൻ വേണ്ടി പോയി സ്ഥാപനത്തിലേക്ക്. പോകുമ്പോൾ സാധാരണ ചോദിക്കുമല്ലോ മക്കൾ, കാരണം എപ്പോഴും വീട്ടിൽ ഉമ്മയെ കൂടെ ഉണ്ടായ മകൻ ഇങ്ങനെ ഉമ്മക്ക് ഇപ്പോൾ വലിയ ടെൻഷനാണ്. ഇപ്പോൾ നോക്കിയാൽ മകനെക്കുറിച്ച് തന്നെ ഭാര്യ പറയും, മകനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും. ചെറിയ മക്കളാകുമ്പോൾ അങ്ങനെയാണല്ലോ, വലിയ പ്രയാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കാൻ എങ്ങനെയാണ് സ്ഥാപനമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ വലിയൊരു കാര്യം പറയുന്നത് പോലെ ഇങ്ങനെ അല്ല പാപ്പ എന്ന് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങി അവതരിപ്പിക്കാൻ. അപ്പം ഞാൻ വല്ലാണ്ട് പേടിച്ചോ, എന്തോ പ്രശ്നമായോ, അങ്ങനെ പേടിച്ചിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. എന്തോ ഒരു അത്ഭുതകരമായ കാര്യം അവതരിപ്പിക്കാനാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്താ സംഭവം ചോദിക്കുമ്പോൾ പറഞ്ഞത്, വാപ്പ ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് 2 പൂച്ചക്കുട്ടികളുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഈ വർഷം ഈ ലീവിൽ വരുന്ന സമയത്ത് അത് വീട്ടിലേക്ക് കൊണ്ടുവരട്ടെ. അങ്ങനെ ചോദിക്കാനൊരു കാരണമുണ്ടോ? ഞാൻ ഉള്ള സാഹചര്യം, സ്ഥലം, അവിടെ ഒന്നും ഈ പൂച്ചയൊന്നും വളർത്താൻ പറ്റുന്ന സാഹചര്യമൊന്നും അല്ല. അപ്പോൾ ഉപ്പാക്ക് ഇത് ദേഷ്യം വരും തോന്നിയത് കൊണ്ടായിരിക്കാം. കാരണം ഒരു ടൗൺ ഏരിയ ആണ്, അതുകൊണ്ട് അവിടെ ചുറ്റുഭാഗത്തൊക്കെ പല കടകളും അതും ഇരിക്കുമ്പോൾ അവിടെ അത്ര ഒരു സൗകര്യമുള്ള സ്ഥലമല്ല. അപ്പോൾ ചില ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൂച്ച വളർത്തുന്നത്, അതുപോലെ കോഴി, ആട്, ഇതൊക്കെ വീട്ടിൽ വലിയ ബർക്കത്താണ് എന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. എന്നാൽ ഇത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കണ്ട് വളർത്തിയാൽ നരകത്തിൽ പോയ സഹോദരിമാരുടെ കഥകളൊക്കെ നാം കേട്ടവരാണ്, ചരിത്രം പഠിച്ചവരാണ്. നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഇർഹമു മൻഫിൽ അർദ് യർഹമുക്കും മൻഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ള റബ്ബ് കരുണ കാണിക്കും. കരുണ കാണിക്കാത്തവരോട് അള്ളാഹ്ക്കും കരുണ ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച ഏതാവട്ടെ അതിനോട് വളരെ കാരുണ്യത്തോടു കൂടി പെരുമാറണം, സ്നേഹത്തോടു കൂടി, വാത്സല്യത്തോടു കൂടി പെരുമാറണം. ഇത് ഒന്നാമത്തേതാണ്. അതിന് സ്നേഹം നൽകണം. ഒരു വീട്ടിൽ ഒരു അംഗം പോലെയാണ് അതിലേക്ക് കാണേണ്ടത്. അങ്ങനെ ആയിരുന്നു മുമ്പ് കാലത്തൊക്കെ കണ്ടത്. എത്ര മക്കളെന്ന് ചോദിച്ചാൽ 6 എന്ന് പറയും. മക്കൾ ചിലപ്പോൾ 5 ആയിട്ടുണ്ടാവും. 6ാമത്തെ ചിലപ്പോൾ ആട്ടിൻകുട്ടിയായിരിക്കും, അല്ലെങ്കിൽ പശുക്കുട്ടിയായിരിക്കും, മറ്റെന്തെങ്കിലും ആയിരിക്കും, മൃഗങ്ങളായിരിക്കും. അതിനോടെല്ലാം വീട്ടുകാർക്ക് വലിയ സ്നേഹമുണ്ടായിരിക്കും. ഇന്നങ്ങനെയല്ല. ഇന്ന് അതിമനോഹരമായ വീട്, വളരെ മനോഹരമായ വീട്. അങ്ങനെ വീട്ടിലേക്ക് ഇത് വളർത്താൻ വലിയ പ്രയാസം ഉണ്ടാകും. അപ്പോൾ വീട് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒരു അതിനെ ദൂരെ അകറ്റി നിർത്തുന്ന ഒരവസ്ഥ. അങ്ങനൊന്നും ആകരുത്. അതുകൊണ്ട് ഒന്ന് പ്രധാനപ്പെട്ടതിൽ കരുണ കാണിക്കുക. മറ്റൊന്ന്, മൃഗത്തിനോട്, പശുക്കുട്ടിയാവട്ടെ, ഏതാവട്ടെ, ആടാകട്ടെ, കോഴിയാകട്ടെ, ഇതിലേക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകണമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ കാരണത്താൽ ഒരിക്കലും വിശപ്പുണ്ടാവാൻ പാടില്ല. കാരണം അത് നിങ്ങൾ കെട്ടയച്ച് വിട്ടാൽ, ഒരു കോഴി കെട്ടയച്ച് വിട്ടാലും ഒരു പൂച്ച അത് അങ്ങനെ പോയാൽ അത് ഭക്ഷണം നന്നായി കഴിക്കും. ഞാൻ വീട്ടിൽ വെച്ച് അതിന് ഭക്ഷണം നൽകാതിരുന്നാൽ കൃത്യമായി, ഒരു സഹോദരി നരകത്തിൽ പോകാനുണ്ടായ ഒരു കാരണം തന്നെ പൂച്ചയെ ഭക്ഷണം നൽകാതെ കെട്ടിയിട്ടു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്.
അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതിന് സമയം ഭക്ഷണങ്ങളൊക്കെ കൃത്യമായി അതിനക്ക് നൽകണം. അതോടൊപ്പം മറ്റൊരു കാര്യമാണ് അതിനക്ക് താമസിക്കാനുള്ള നല്ല സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. താമസ സൗകര്യം അത് നാം ചെയ്തു കൊടുക്കണം. അത് അതിനോട് കാണിക്കുന്ന കാരുണ്യമാണ്. നാം സുഖമായി ഉറങ്ങും, അതെവിടെയെങ്കിലോ മഴക്കോ അല്ല മറ്റിടങ്ങളിലൊക്കെ വലിയ പ്രയാസപ്പെടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാവും. കാരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അള്ളാഹു നൽകിയ ഒന്നിൻ്റെയും അവകാശങ്ങളെ ഹനിക്കരുത്. അതിൻ്റെ അവകാശങ്ങളെ ഹനിക്കുകയാണെങ്കിൽ തീർച്ചയായും ശിക്ഷ ഉണ്ടാകുമെന്നാണ്. അത് ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് അതിനോട് പെരുമാറുന്ന രീതി വളരെ കൃത്യം, വളരെ സ്നേഹത്തോട്. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൃഗങ്ങളെ പോറ്റിയതൊക്കെ വളരെ കാരുണ്യത്തോടു കൂടിയായിരുന്നു. പിന്നെ കോഴിയൊക്കെ വീട്ടിൽ, നാടൻ കോഴിയൊക്കെ വീട്ടിൽ വളർത്തി അത് തന്നെ വീട്ടിൽ ഭക്ഷണമായൊക്കെ ഉപയോഗിക്കൽ ഏറ്റവും നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ കോഴിയുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. അത് അങ്ങനെ കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, പണ്ട് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. വീട്ടിൽ ഒരു അതിഥി വരുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കോഴിയൊക്കെ ഉണ്ടാകും. അത് വരുന്ന സമയത്ത് തന്നെ അറുത്ത് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അത് നമുക്ക് ഒരുപാട് നമ്മുടെ ബുദ്ധിശക്തി, അതുപോലെ നമ്മുടെ ശബ്ദത്തിനൊക്കെ വലിയ ഗുണമായിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോഴി അറുക്കുന്ന സമയത്ത് 2 ദിവസം ആ കോഴിയെ കെട്ടിടുമായിരുന്നു. കെട്ടിയിട്ടിട്ട് അതിനൊക്കെ നല്ല ഭക്ഷണമൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമായിരുന്നു. കാരണം ഈ 2 ദിവസം കെട്ടിയിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോഴികൾ കാഷ്ടങ്ങളും പലതും അത് ഭക്ഷിക്കാറുണ്ട്. അപ്പോൾ കാഷ്ടം ഭക്ഷിക്കുന്ന വസ്തുവിനെ കഴിക്കൽ കറാഹത്താണല്ലോ. അപ്പോൾ അത് കഴിക്കാതിരിക്കാൻ വേണ്ടി നല്ല ഭക്ഷണം കെട്ടിയിട്ട് അതിനക്ക് വേണ്ടി നല്ല ഭക്ഷണം ഒരു കൂടുതൽ പരിഗണന അതിലേക്ക് നൽകുമായിരുന്നു. നൽകിയിട്ടായിരിക്കും കോഴിയെ അറുക്കുക എന്നുള്ളത്. വീട്ടിൽ നല്ല കോഴികളുണ്ടെങ്കിൽ കണ്ണേർ, സിഹിർ, മാരണം, ഇതിനെ തൊട്ടൊക്കെ ആ കോഴി കാവലായിരിക്കും. നമ്മുടെ സുബഹി നമസ്കാരത്തിനൊക്കെ ഉണർത്താൻ വീട്ടിലൊരു കോഴിയൊക്കെ ഉള്ളത് നല്ലതാണ്. അതുപോലെ ആടൊക്കെ വലിയ ബർക്കത്തുള്ള ജീവിയാണ്. അതൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തൽ വളരെ നല്ലതാണ്. വളർത്തൽ നിർബന്ധമൊന്നുമില്ല. നാം വളർത്തുകയാണെങ്കിൽ അത് വളർത്തേണ്ട രീതിയിൽ തന്നെ വളർത്തണം. അതല്ലാതെ നാം അതിനോട് ഒരു വാത്സല്യവും ഒരു കരുണയും അതിന് കൃത്യമായ ഭക്ഷണമൊക്കെ നമുക്ക് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ, അതിലേക്കുള്ള താമസ സൗകര്യമൊക്കെ നൽകാൻ കഴിയില്ലെങ്കിൽ നാം അത് വളർത്താതിരിക്കലാണ് ഖൈർ. വളർത്തിയിട്ട് നാം പറയാറുണ്ടല്ലോ, വടി കൊടുത്തിട്ട് അടി വാങ്ങരുത് എന്ന്. അതുപോലെ ആയിരിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല കരുണ കാണിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്കെന്നും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കരുണ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു അവൻ്റെ കാരുണ്യം എല്ലായിടങ്ങളിലും ജീവിക്കുമ്പോൾ, മരണപ്പെടുന്ന സന്ദർഭം, ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെടുന്ന സമയത്തും, നന്മ തിന്മകൾ തൂക്കപ്പെടുമ്പോൾ, സിറാത്ത് പാലം വിട്ടുകിടക്കുമ്പോൾ, എല്ലായിടത്തും അവൻ്റെ റഹ്മത്താണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതല്ലാതെ നമ്മുടെ അമലുകളെ കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് ഭൂമിയുള്ളവരോട് നാം കരുണ ഉള്ളവരായി കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അല്ലാഹു നമ്മോട് കരുണ കാണിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജീവികളെ വളർത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. അതല്ലാതെ അതിനോട് കാരുണ്യം വാത്സല്യമില്ലാതെയാണ് കൃത്യമായ ഭക്ഷണമൊന്നും നൽകില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ കാരുണ്യം എന്നും എപ്പോഴും അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.